മഴ അഥവാ റെയിൻ. മഴ പലവിധം. ഒന്ന്, പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി. വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ, ഓറോഗ്രാഫിക് റെയിൻ. രണ്ട്, സംവഹനവൃഷ്ടി, കൺവെക്ഷണൽ റെയിൻ. മൂന്ന്, തീരദേശ മഴ, ബോർഡർ റെയിൻ. പർവ്വതവൃഷ്ടി. കടലിൽ നിന്നും നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുന്നു. പർവ്വതച്ചരിവുകളിലൂടെ ഉയർന്ന് തണുത്ത് ഘനീഭവിച്ച് മേഘരൂപം പ്രാപിക്കുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതങ്ങളുടെ വശങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു. ഇത്തരത്തിൽ ഉണ്ടാകുന്ന മഴയെ പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്നു പറയുന്നു. മറുവശത്ത് താഴ്ന്നിറങ്ങുന്നത് വരണ്ട കാറ്റായതിനാൽ അവിടെ മഴ ലഭിക്കുന്നില്ല. പർവ്വതങ്ങളുടെ കാറ്റിന് പ്രതിമുഖമായ ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശങ്ങൾ, റെയിൻ ഷാഡോ റീജിയൻസ് എന്ന് വിശേഷിപ്പിക്കുന്നു. സംവഹന മഴ. അന്തരീക്ഷ താപത്താൽ വികസിച്ച് മുകളിലേക്കുയരുന്ന വായു തണുത്ത് ഘനീഭവിച്ച് കുമുലസ് മേഘങ്ങൾ രൂപമെടുക്കുന്നു. തുടർന്ന് ഇടിമിന്നലോടുകൂടി മഴയുണ്ടാകുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞ് ഉണ്ടാകുന്ന ഈ മഴ അധിക നേരം നീണ്ടു നിൽക്കാറില്ല. ഇത്തരത്തിലുണ്ടാകുന്ന മഴയെ സംവഹന മഴ എന്ന് വിളിക്കുന്നു. സംവഹന മഴ ഉഷ്ണമേഖലയിലെ ഒരു സാധാരണ ഉഷ്ണകാല പ്രതിഭാസമാണ്. തീരദേശ മഴ. കരയ്ക്കും കടലിനും മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യസ്തമായിരിക്കും. കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാൻ ഇടയാകുന്നു. അപ്പോൾ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴയ്ക്കും കാരണമാവുകയും ചെയ്യുന്നു. ഈ മഴയെ തീരദേശ മഴ എന്ന് വിളിക്കുന്നു.